ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 1 ശ്ലോകം 8. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ജീവികൾക്ക് വളരെ വളരെ സംസാര ദുഃഖങ്ങളെ ഉണ്ടാക്കുന്നതാണ് അങ്ങയുടെ സൃഷ്ടി വ്യാപാരം, അത് ദുസ്സഹമാണ് എന്നായിരുന്നു ഞാൻ മുമ്പ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം അങ്ങനെ അവിടുന്ന് സൃഷ്ടി ചെയ്തിരുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ജീവികൾക്ക് അങ്ങയുടെ ജ്ഞാനവും ആനന്ദവും കിനിയുന്നതും അത്യന്തം കൗതുകപ്രദവുമായ ഈ ശരീരത്തെ നേത്രേന്ദ്രിയങ്ങളാലും ശ്രോത്രേന്ദ്രിയങ്ങളാലും ഒക്കെ പാനം ചെയ്ത് പരമാനന്ദമാകുന്ന അമൃത സമുദ്രത്തിൻ്റെ തിരക്കോളിൽ കിടന്ന് ആഹ്ലാദം അനുഭവിക്കുവാൻ കഴിയുക എന്ന ഭാഗത്താണ് നമ്മൾ ഇന്നലെ നോക്കിയത്. ഇന്ന് 8ാമത്തെ ശ്ലോകം. അങ്ങനെ ഭജിക്കുന്നതിൽ വേറെ സ്പഷ്ടമായ പ്രയോജനമുണ്ട് എന്ന് പറയാണ്. നമ്രാണാം സന്നിധൽസേ സതതമവിപുരസ്തേരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരിത്വം ക്ഷുദ്രം തം ചക്രവാടീ ദ്രുമമഭിലഷതി വർത്തമർത്തിവ്രജോയം. നമ്രാണാം സന്നിധൽസേ സതതമവിപുരസ്തേരനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരിത്വം ക്ഷുദ്രം തം ചക്രവാടീ ദ്രുമമഭിലഷതി വർത്തമർത്തിവ്രജോയം. നമ്രാണാം സന്നിധൽസേ സതതം അഭിപുരസ്തേ അനഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരിത്വം ക്ഷുദ്രം തം ചക്രവാടി ദ്രുമം അഭിലഷതി വ്യർത്ഥം അർത്തിവ്രജ അയം. നമ്രാണാം പുരസതതം അങ്ങയെ നമസ്കരിക്കുന്നവരുടെ മുന്നിൽ അഭിസന്നിധൽസേ അങ്ങ് എപ്പോഴും സന്നിധാനം ചെയ്യുന്നു. തൈഹി അനഭ്യർത്ഥിതാനഭി ആ നമ്രന്മാർ ആവശ്യപ്പെടാത്ത കാര്യങ്ങളും അർത്ഥാൻ കാമാൻ അവരുടെ അഭീഷ്ടങ്ങളും പരമാനന്ദ സാന്ദ്രാം ഗതിം ച അത് മാത്രമല്ല പരമാനന്ദമുറ്റിയ ഗതിയെയും അതായത് മോക്ഷത്തെയും അജസ്രം വിതരസി എപ്പോഴും ഏത് കാലദേശാവസ്ഥകളിലും അവിടുന്ന് നൽകുന്നു. ഇത്തം ഇങ്ങനെ അതായത് ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഹരേത്വം ശ്രീ മഹാവിഷ്ണു അവിടുന്ന് നിശേഷലഭ്യ നിരവധിക ഫല പാരിജാത ഏവർക്കും ലഭ്യവും അവധിയില്ലാത്തത്ര ഫലങ്ങളുള്ളതുമായ സാക്ഷാൽ കൽപ്പകവൃക്ഷം ആകുന്നു. അയം അർത്തിവ്രജ അപ്പോൾ ഈ ആവശ്യക്കാർ ക്ഷുദ്രന്തം ചക്രവാടി ധ്രുമം ഇന്ദ്രന്റെ തോട്ടത്തിലുള്ള ആ ക്ഷുദ്രമായ മരത്തെ അതായത് കൽപ്പകവൃക്ഷത്തെ ആഗ്രഹിക്കുന്നത് വെറുതെയാണ്. അങ്ങയെ നമസ്കരിക്കുന്നവരുടെ മുന്നിൽ അങ്ങ് എപ്പോഴും സന്നിധാനം ചെയ്യുന്നു. ആ നമ്രന്മാർ ആവശ്യപ്പെടാത്ത കാര്യങ്ങളും അവരുടെ അഭീഷ്ടങ്ങളും മാത്രമല്ല പരമാനന്ദം ഊറ്റിയ ഗതിയെയും അല്ലെങ്കിൽ മോക്ഷത്തെയും എപ്പോഴും ഏത് കാലദേശാവസ്ഥകളിലും അവിടുന്ന് നൽകുന്നു. ഇങ്ങനെ ശ്രീ മഹാവിഷ്ണു അവിടുന്ന് ഏവർക്കും ലഭ്യവും അവധിയില്ലാത്തത്ര ഫലങ്ങളുള്ളതുമായ സാക്ഷാൽ കൽപ്പകവൃക്ഷമാകുന്നു. അപ്പോൾ ഈ ആവശ്യക്കാർ ഇന്ദ്രന്റെ തോട്ടത്തിലുള്ള ആ ക്ഷുദ്രമായ മരത്തെ അല്ലെങ്കിൽ കൽപ്പകവൃക്ഷത്തെ ആഗ്രഹിക്കുന്നത് വെറുതെയാണ്. തമ്രാണാം സന്നിധൽസേ സതതമവിപുരസ്തേരനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരിത്വം ക്ഷുദ്രം തം ചക്രവാടീ ദ്രുമമഭിലഷതി വർത്തമർത്തിവ്രജോയം. നമ്രാണാം സന്നിധൽസേ സതതമവിപുരസ്തേരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ അങ്ങനെയും ചെല്ലാം. അവിടെ നമ്രാണാം സന്നിധൽസേ സതതമഭി പുരസ്തേ അനഭ്യർത്ഥിതാൻ അഭി അവിടെ നിർത്തിയിട്ട് പിന്നെ അർത്ഥാൻ എടുക്കാം, അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് അഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കഴിഞ്ഞിട്ട് കാമാനജസ്രം രണ്ടു തരത്തിലും ചെല്ലാം. അത് നമുക്ക് കൂടുതലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് നല്ല സൗകര്യം ശരിക്കും പറഞ്ഞാൽ അവിടെ അഭിയാക്കണതാണ്. അതായത് നമ്രാണാം സന്നിധൽസേ സതതമഭി പുരസ്തേ അനഭ്യർത്ഥിതാനഭി പിന്നെ അർത്ഥാൻ കാമാനജസ്രം അങ്ങനെ.
നമ്രാണാം സന്നിധൽസേ സതതമഭി പുരസ്തേരനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമാണജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫലപാരിജാതോ ഹരിത്വം ക്ഷുദ്രം തം ചക്രവാടീ ദ്രുമമഭിലഷതി വർത്തമർത്തിവ്രജോയം. നമ്രാണാം സന്നിധൽസേ സതതമഭി പുരസ്തേരനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫലപാരിജാതോ ഹരിത്വം ക്ഷുദ്രം തം ചക്രവാടീ ദ്രുമമഭിലഷതി വർത്തമർത്തിവ്രജോയം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.